നൂറ്റാണ്ടുകളായി നമ്മളുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും നമ്മളുടെ അധ്യാപകരുമെല്ലാം നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു കഥയുണ്ട്. ആമയും മുയലിന്റെയും കഥ. എന്തുകൊണ്ടാണ് മുയൽ ആ മത്സരത്തിൽ തോറ്റത്? നമുക്ക് പല കാരണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളുടെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒന്ന്, അഹങ്കാരം, അമിതമായ ആത്മവിശ്വാസം, അലസത, എതിരാളികളുടെ കഴിവിനെ കുറിച്ചുള്ള വിലയിരുത്തൽ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എത്രയോ കാലങ്ങളായി നമ്മൾ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ മുയൽ തോറ്റതിനുള്ള കാരണമായിട്ട് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുയൽ തോറ്റത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്പോർട്സ് സയൻസ് എന്ന് പറയുന്ന അത്യാധുനിക ശാസ്ത്രശാഖയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കുക. മുയൽ എന്ന് പറയുന്നത് ഒരു അതിവേഗ ഓട്ടക്കാരനാണ്, ഒരു സ്പ്രിന്റർ. കുറഞ്ഞ ദൂരം വളരെ പെട്ടെന്ന് ഓടി വിജയത്തിലെത്താൻ കഴിവുള്ള മൃഗമാണ് മുയൽ. ഒരു 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, അതുമല്ല ഒരു 1-2 കിലോമീറ്റർ അല്ല, ഒരു മാക്സിമം 5 കിലോമീറ്റർ വരെയൊക്കെയുള്ള ഒരു ഓട്ടമായിരുന്നെങ്കിൽ മുയലിന് ഉറങ്ങാൻ സമയം തന്നെ കിട്ടില്ല. അതിനു മുമ്പ് മുയൽ വിജയിച്ചിരിക്കും. അപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ മുയൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഓക്കെ വരട്ടെ, ആമ വരട്ടെ, അതിനുശേഷം മെല്ലെ പോയി വിജയിക്കാം എന്നെല്ലാം കരുതി വിശ്രമിച്ചു എന്ന് നമുക്ക് കരുതാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ മത്സരം ഒരു മാരത്തോൺ മത്സരമായിരുന്നു. ആ മാരത്തോൺ മത്സരത്തിൽ മുയൽ അഡോപ്റ്റ് ചെയ്തത് തന്റെ സ്വതസിദ്ധമായ ഹ്രസ്വദൂര ഓട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിജയകരമായി പരീക്ഷിക്കാവുന്ന ഫാസ്റ്റ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന അതേ സ്ട്രാറ്റജിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മാരത്തോണുകളിൽ വിജയിക്കുന്നത് നമ്മളുടെ ആമ സ്വീകരിച്ച സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? കാരണം മുയൽ നമ്മുടെ മാരത്തോണിൽ ഓടിയത് 100 മീറ്റർ ഓടുന്നത് പോലെയാണ് ഓടിയത്. വളരെ പെട്ടെന്ന് ഓടി, വളരെ പെട്ടെന്ന് ക്ഷീണിച്ചു. വളരെ പെട്ടെന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ ശ്വാസം കിട്ടിയില്ല. അതേപോലെ കിടന്ന് ഉറങ്ങി, ക്ഷീണിച്ചുറങ്ങി, അല്ലാതെ മനഃപൂർവ്വം ഉറങ്ങിയതല്ല, ക്ഷീണിച്ചുറങ്ങിയതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കഥയിൽ നമ്മളുടെ ആ മുയൽ തോൽക്കാനുള്ള കാരണം. അല്ലാതെ അലസതയോ അല്ലായെങ്കിൽ അഹങ്കാരമോ കൊണ്ടല്ല അവിടെ മുയൽ തോറ്റിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു തെറ്റായ സ്ട്രാറ്റജി ഓരോ ഓട്ടത്തിനും അല്ലെങ്കിൽ ഓരോ കളിക്കും നമ്മൾ ഒരു ടെസ്റ്റ് കളിക്കുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജി അല്ല ഒരു 1 ഡേ കളിക്കുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ഡേക്ക് തരുന്ന സ്ട്രാറ്റജി അല്ല ഒരു 2020ക്ക് വേണ്ടത്. ഓരോ കളിക്കും വ്യത്യസ്തമായ സ്ട്രാറ്റജി ഉണ്ട്. സോ അതേപോലെ അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുയൽ പരാജയപ്പെട്ടത്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ